IPL പഞ്ചാബ് കിങ്സിന്റെ വിജയക്കുതിപ്പിന് രാജസ്ഥാൻ റോയൽസ് പൂട്ടിട്ടിരിക്കുകയാണ്. അജയ് അയ്യരെയും മുന്നോട്ട് പോയ ശ്രേയസ് അയ്യരെയും സംഘത്തെയും റിയാൻ പരാഗിന്റെ പിങ്ക് പട്ടാളമാണ് മുട്ടുകുത്തിച്ചത്. നിർണായക മത്സരത്തിൽ കരുത്തുറ്റ ബാറ്റിംഗ് പ്രകടനത്തോടെ രാജസ്ഥാൻ 6 വിക്കറ്റിന് ജയം നേടിയെടുക്കുകയായിരുന്നു. എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ വമ്പൻ ജയത്തിന് പിന്നാലെ വലിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. രാജസ്ഥാൻ നായകനായ റിയാൻ പരാഗ് ഡ്രസ്സിംഗ് റൂമിലിരുന്ന് പുകവലിച്ചതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. പഞ്ചാബ് രാജസ്ഥാൻ മത്സരത്തിനിടെ പരാഗ് പുകവലിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തുവന്നതോടെ താരം ബെറ്റിലായിരിക്കുകയാണ്. പഞ്ചാബിനെതിരെ രാജസ്ഥാൻ റോയൽസ് പിന്തുടർന്നാണ് ജയിച്ചത്. രാജസ്ഥാൻ ബാറ്റിംഗിന്റെ 16ാം ഓവറിലാണ് പരാഗ് പുകവലിച്ചത്. സഹതാരങ്ങളായ ധ്രുവ് ജുറേലും SG ജയ്സ്വാളും അടുത്തിരിക്കുമ്പോഴാണ് ടീമിന്റെ നായകനായ പരാഗ് പുകവലിച്ചത്. നിയമപ്രകാരം സ്റ്റേഡിയത്തിന്റെ പരിസരത്തും ഡ്രസ്സിംഗ് റൂമിലും പുകവലി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാഗ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുകവലിച്ചത് നിയമവിരുദ്ധമാണെന്ന് നിസ്സംശയം പറയാം. ഈ സിഗരറ്റാണ് അദ്ദേഹം വലിച്ചതെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സിഗരറ്റ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണ്. 2019 ഇത് സംബന്ധിച്ച നിയമം ഇറക്കിയത്. ഈ സിഗരറ്റ് നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽപ്പന നടത്താനോ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ ഇന്ത്യയിൽ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ പരാഗിന്റെ പുകവലി കൂടുതൽ കുരുക്കായി മാറും. നിരോധിച്ച സാധനം ഉപയോഗിച്ചതോടൊപ്പം ഇതിന്റെ ലഭ്യത എവിടെ നിന്നാണടക്കം താരത്തിന് വിശദീകരിക്കേണ്ടതായി വരും. ഇത്രയേറെ ക്യാമറകൾ ഉൾപ്പെടെയുള്ളപ്പോൾ എന്ത് ധൈര്യത്തിലാണ് പരാഗ് ഇങ്ങനെ പുകവലിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഈ സിഗരറ്റ് ഉപയോഗത്തിനെതിരെ പോലീസിന് കേസെടുക്കാനും ജയിൽ ശിക്ഷ അടക്കം നൽകാനും വകുപ്പുണ്ട്. വീഡിയോ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ BCCI സംഭവം അന്വേഷിക്കുമെന്ന് ഉറപ്പാണ്. പരാഗിനെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട്. ഡീമെറിറ്റ് പോയിന്റും പിഴശിക്ഷയും ഉറപ്പിക്കാം. വിലക്കുണ്ടാവുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇതിനോടകം രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ മാനേജറായ റോമി ബിന്ദർ ഡഗ്ഔട്ടിലിരുന്ന് ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ വിമർശനവും താക്കീത് നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടീമിന്റെ ക്യാപ്റ്റനിൽ നിന്ന് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടായിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് അടക്കം വിരൽ ചൂണ്ടുന്ന സംഭവമാണ് പരാഗ് ചെയ്തിരിക്കുന്നത്. ഒരു ടീമിന്റെ ക്യാപ്റ്റനായ പരാഗിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു വീഴ്ചയുണ്ടാകുന്നത് ഗുരുതരമായി തന്നെയാവും BCCI പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷാ നടപടിക്കും സാധ്യതയുണ്ട്. സഞ്ജു സാംസൺ നയിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ റോയൽസ് പൊതുവെ അധികം പ്രശ്നങ്ങൾക്ക് നിൽക്കാത്ത ശാന്തതയുള്ള ടീമായിരുന്നു. എന്നാൽ റിയാൻ പരാഗിന് കീഴിലെത്തിയതോടെ പഴയ അച്ചടക്കം രാജസ്ഥാൻ നഷ്ടമായെന്ന് തന്നെ പറയാം. എന്തായാലും പഞ്ചാബിനെതിരെ ഗംഭീര ജയത്തിന് ശോഭ കെടുത്തുന്നതാണ് ഇപ്പോൾ പരാഗിന്റെ പുകവലി. ഇതിന്റെ പേരിൽ എന്താവും നടപടിയെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം സീസണിൽ മറ്റൊരു ടീമിന് സാധിക്കാത്ത നേട്ടത്തിലേക്ക് എത്താൻ രാജസ്ഥാൻ സജ്ജിരിക്കുകയാണ്. തോൽവിയറിയെ കുറിച്ച പഞ്ചാബ് കിങ്സിനെ രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 4 വിക്കറ്റിന് 222 റൺസ് എടുത്തപ്പോൾ 2 പന്തും 6 വിക്കറ്റും ബാക്കിയാക്കി രാജസ്ഥാൻ ജയിച്ചു കയറുകയായിരുന്നു. SG ജയ്സ്വാൾ 27 പന്തിൽ 51 റൺസോടെ ഫോമിലേക്ക് മടങ്ങിയെത്തി. 7 4ഉം 1 6ഉമാണ് ജയ്സ്വാൾ നേടിയത്. വൈഭവ് സൂര്യവംശി ബാറ്റിംഗ് വിക്കറ്റ് തുടരുകയുമാണ്. പഞ്ചാബ് കിങ്സിനെതിരെ കിടിലം പ്രകടനം കാഴ്ചവെച്ച വൈഭവ് 16 പന്തിൽ 43 റൺസ് എടുത്താണ് പുറത്തായത്. 3 4ഉം 5 6ഉം ഉൾപ്പെടെയാണ് വൈഭവിന്റെ കിടിലം പ്രകടനം. SG ജയ്സ്വാളിനൊപ്പം വൈഭവ് നൽകിയ വെടിക്കെട്ട് തുടക്കം രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിൽ നിർണായകമായി മാറി. ധ്രുവ് ജുറേലിന് പ്രതീക്ഷ വെടിക്കെട്ട് നടത്താനായില്ല. 20 പന്തിൽ 16 റൺസാണ് ജുറേൽ നേടിയത്. റിയാൻ പരാഗ് ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. 16 പന്തിൽ 2 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 21 റൺസാണ് രാജസ്ഥാൻ ക്യാപ്റ്റൻ നേടിയത്. ഡനോവൻ ഫെരേറയുടെയും ശുഭൻ ദുബെയുടെയും ബാറ്റിംഗ് പ്രകടനമാണ് രാജസ്ഥാന്റെ ജയത്തിൽ നിർണായകമായത്.